ഡെവലപ്പറായിട്ടാണ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. 2008 ശേഷം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടി. അന്ന് ഗൂഗിൾ ആഡ്സ്, യാഹു ആഡ്സ്, MSN ആഡ്സ് ഒക്കെ ഉള്ള കാലമാണ്. ഇപ്പോൾ MSN ആഡ്സ് പറഞ്ഞ ഒരു പക്ഷേ പല പിള്ളേർക്കും അറിയില്ലാവില്ല. എത്ര ആളുകൾ കൂടെ യാഹു അക്കൗണ്ട്, ഇമെയിൽ ഐ ഡി ഒരാൾക്കേ ഉള്ളൂ. ജിമെയിൽ ഇല്ലാത്ത ആളുകൾ ആരും ഉണ്ടാവില്ല. കാരണം സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ജിമെയിൽ അക്കൗണ്ട് ഉള്ളതാണ്. പണ്ട് യാഹു ഉണ്ടായിരുന്നു, റെഡിഫ് മെയിലുള്ള കാലം ഉണ്ടായിരുന്നു, ബോട്ട് മെയിലുള്ള കാലമായിരുന്നു. അന്നത്തെ കാലത്ത് ഇപ്പോൾ ടെക്നോളജി മാറി എവിടെ എത്തിയെന്ന് ആലോചിച്ചു. ഇപ്പം നമ്മുടെ എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോൺ ഉണ്ട്. പക്ഷേ ഒരു 10 വർഷം മുമ്പ് നമ്മുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ടായിരുന്നു. അപ്പോൾ 20 വർഷം ബാക്കോട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് സ്ഥാപനങ്ങളൊന്നും കമ്പ്യൂട്ടറിലായിരുന്നു. ഇപ്പം ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഒരുവിധം എല്ലായിടത്തും കമ്പ്യൂട്ടറുണ്ട്. പ്രൈവറ്റ് സെക്ടറിൽ ഓൾറെഡി ഉണ്ട്. ഇനി ഒരു 10 വർഷം കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഉണ്ടാവും നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? നമ്മൾ വർക്ക് ചെയ്യുന്ന ലാപ്ടോപ്പിലാണ് ആരെങ്കിലും ആലോചിക്കുന്നുണ്ടോ? 5 വർഷം 10 വർഷം മുന്നോട്ട് ചിന്തിച്ചിട്ടായിരിക്കും നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ മാത്രമാണെന്നുള്ളൂ ഇന്നത്തെ കാലത്ത് നമുക്ക് എസ്റ്റിസ്റ്റുള്ളതെന്ന് മനസ്സിലാക്കുക. വേൾഡ് ഹൈലി കോമ്പറ്റീറ്റീവ് വേൾഡാണ്. ഗ്രാജുവേഷനും PG ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഹൈലി സ്കില്ലുള്ള ആളുകളാണ്. ഇവരോട് കോമ്പറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് 1 സ്റ്റെപ്പ് അഹെഡ് നമ്മൾ തിങ്ക് ചെയ്തിട്ട് നമ്മുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തെടുക്കണം.